ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇത് കാട്ടുചെടിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ ഒരു വിഷക്കായാണെന്നാണ് വിചാരിച്ചത്. ഒരു കൗതുകം കൊണ്ടാണ് എടുത്തത് കേട്ടോ. അപ്പം ഈ കായും ഇതൊക്കെ കൊണ്ട് വീട്ടിൽ കാണിച്ചപ്പോൾ അച്ഛൻ പഴയ ഓർമ്മകളാണ് അയവിറക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന ഒരു പഴമാണെന്ന് മനസ്സിലായി. അച്ഛൻ പറഞ്ഞത് അപ്പൂപ്പൻ പഴമെന്നാണ്. അപ്പം ഇതിനെ ചിലർ പറഞ്ഞ് പൂച്ചപ്പഴം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്നും കൂടെ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്, കഴിക്കാൻ നല്ല മധുരമാണ്, ഇതൊക്കെ കഴിച്ചുകൊണ്ട് നടന്നൊരു സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇത് കാണാറേ ഇല്ല എന്നാണ് പറഞ്ഞതും കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു കൗതുകമാണ് എനിക്ക് തോന്നിയത്. ഇത് പറഞ്ഞപ്പോൾ അച്ഛനും അയ്യോ ഇതിപ്പോൾ കാണാറില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കായയുടെ അകത്തത് ഇതുപോലെയാണ്. ആദ്യം ഞാനിതൊക്കെ എടുത്തപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് വിഷമാണെന്ന് വിചാരിച്ച് ഞാൻ ടേസ്റ്റ് ഒന്നും ചെയ്യാൻ പോയില്ല കേട്ടോ. എനിക്ക് പേടി തോന്നി. അതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണെന്നും ഇതുപോലെയൊക്കെയാണ് ഇതിൻ്റെ പേരെന്നും ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ.